സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ രാധികയും കൂട്ടി പുഴതീരത്തുള്ള ശ്യാമയുടെ മറ്റൊരു വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം വീട് വൃത്തിയാക്കാനായിട്ട് അമൃത നേരത്തെ തന്നെ അവിടെയുള്ള രാമനോടും അവിടുത്തെ വേലക്കാരിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവർ വീടെല്ലാം വൃത്തിയാക്കി ശ്യാമ മേഡത്തിനെ കാത്തിരിക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും കാർ എത്തുന്നത്. അവിടെ കാറിൻ്റെ ഒച്ച കേൾക്കുന്നതും ആ രാമനും അവിടുത്തെ വേലക്കാരിയും പുറത്തേക്ക് ഓടി വരുവാണ്. ഈ സമയം രാധിക ഡോർ തുറന്ന് കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ രാധികയെ കണ്ട് അന്തം വിട്ട് നിൽക്കുമായിരിക്കും. ആ വീട്ടിലെ വേലക്കാരനും വേലക്കാരിയും ഒക്കെ കണ്ട ശ്യാമമടുത്ത് അതേപോലെ തന്നെ ഇരിക്കുന്നു. അവർക്ക് ഈ കാഴ്ച വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അവർ അന്തം വിട്ട് രാധികയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം രാധികയ്ക്കൊപ്പം ഫിദയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. രാധികയാണെങ്കിൽ ഇവരെല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നതെന്നുള്ള മട്ടിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ്. അന്നേരം ഫിദ രാധികയും കൂട്ടി അകത്തേക്ക് പോകുക. മോള് റൂമിലേക്ക് ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വാ. അങ്ങനെ രാധിക അവിടെ നിന്നും റൂമിലേക്ക് പറഞ്ഞു വിടുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും പർദ്ദയൊക്കെ മാറ്റിയിട്ട് സാരിയൊക്കെ അണിഞ്ഞ് അവിടെ പൂജാമുറിയിലെ ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ടതുപോലെ എൻ്റെ മോള് എന്നോടൊപ്പം താമസിക്കാൻ പോകുവാണ്. അവൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയ എല്ലാ സ്നേഹവും എനിക്ക് ദിവസങ്ങളിൽ കൊടുക്കണം. രാധിക ഐശ്വര്യ, അവളിനി ഒരിക്കലും ഞങ്ങൾക്കിടയിലേക്ക് ഒരു തടസ്സമായിട്ട് വരരുത്. എൻ്റെ മോളെ ഉപദ്രവിക്കാൻ ഐശ്വര്യ ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. ഭഗവാനെ, എൻ്റെ മോൾക്ക് നീ തുണയായിരിക്കണേ എന്നും പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ വരണാണെങ്കിൽ റൂമിൽ രാധയെക്കുറിച്ചുള്ള ഒരു കാര്യം അറിയാൻ പറ്റാതെ ആകെ തകർന്ന് കട്ടിലിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തുവാണ്. വരുണിൻ്റെ അവസ്ഥ കൊണ്ട് മുത്തശ്ശിക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. എന്താടാ നീ ഇങ്ങനെ തളർന്നിരിക്കല്ലേ? നീ ഇങ്ങനെ ഇരുന്നാൽ മുത്തശ്ശിയും കൂടി തളർന്നു പോവില്ലേ? അന്നേരം വരുൺ പറയണേ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി? രാധികയെക്കുറിച്ചുള്ള ഒരു വിവരമില്ല. അയാളുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അയാളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ ആ മുത്തശ്ശിയെ ഫോൺ എടുത്തത് അവരെന്തൊക്കെയോ പറഞ്ഞെന്നറിയോ? എനിക്കിനി അയാളെ കാണാൻ പറ്റില്ലേ മുത്തശ്ശി? അങ്ങനെയൊക്കെ പറഞ്ഞ് വരുണാണെങ്കിൽ ആകെ മനസ്സ് തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്